ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ ഇന്ന് ലൂബിക്ക അച്ചാറാണ് ഇടുന്നത്. ഇത് അച്ചാറിടാനായിട്ട് ഒരാഴ്ച ഉപ്പുവെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. അതിനുശേഷം ഇത് രണ്ടായിട്ട് മുറിച്ചാണ് അച്ചാറിടുന്നത്. അപ്പോൾ അച്ചാറിടാൻ ആവശ്യമായ സാധനങ്ങൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നിവയാണ്. അപ്പോൾ നമുക്കിത് നേരെ അച്ചാറിടാം. അപ്പോൾ അച്ചാറിടാനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കടുക്, വറ്റൽമുളക് എന്നിവ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്നവർ ഒരു ലൈക്ക് ചെയ്യാനും കൂടാതെ കമൻറ്റ് ഒന്ന് അറിയിക്കാനും മറക്കരുത്. കാരണം നിങ്ങൾ പറഞ്ഞാലല്ലേ അറിയാൻ പോരായ്മകൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ കടുകും വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഇട്ട് കൊടുത്ത പച്ചമുളക് ഒന്ന് ജസ്റ്റ് ഫ്രൈ ആയി വന്നതിന് ശേഷം അതിലേക്ക് കറിവേപ്പില, നമ്മൾ അതേപോലെ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ എണ്ണയിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടി ഇട്ട് നന്നായി ഒന്ന് ഫ്രൈ ആയി വരട്ടെ. എന്നിട്ട് നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അപ്പം ഈ വീഡിയോസ് കാണുന്നവർ നെഗറ്റീവ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിച്ചാൽ വളരെ ഉപകാരമായിരിക്കും. അതേപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും വേണം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായി ഒന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 നുള്ളു മഞ്ഞൾപ്പൊടി, 1 നുള്ളു ഉലുവാപ്പൊടി. അപ്പോൾ ഇത്രയും ഇട്ട് പൊടികളൊക്കെ നന്നായി ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ നന്നായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ലൂബിക്ക ഉപ്പുവെള്ളത്തിലിട്ട് വെച്ചിരുന്നപ്പോൾ ഓൾറെഡി ലൂബിക്കയിൽ ഉപ്പുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ആ വെള്ളം ഒന്ന് തിളച്ച് അരപ്പൊന്ന് നന്നായി തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ലൂബിക്ക ഇട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ലൂബിക്ക ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ലൂബിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.